വെള്ളി അല്ലെങ്കിൽ വെങ്കലം അല്ലെങ്കിൽ സ്വർണം, ഈ 3 മെഡലുകളിൽ ഒന്ന് എന്തായാലും നീരജ് ചോപ്രയ്ക്ക് ലഭിക്കും. ചരിത്രത്തിലെ നാലാമത്തെ മാത്രം ഇന്ത്യൻ താരമാകുന്നു. ഒളിമ്പിക്സിൽ 2 വ്യക്തിഗത ഇനത്തിൽ 2 മെഡലുള്ള ചരിത്രത്തിലെ നാലാമത്തെ മാത്രം ഇന്ത്യൻ താരമായി നീരജ് ചോപ്ര മാറുന്നു. ആദ്യം അത് സുശീൽ കുമാർ ആയിരുന്നു, പിന്നീട് PV സിന്ധു ആയിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഒളിമ്പിക്സിൽ മനു ബക്കർ 2 മെഡൽ നേടിയിട്ടുണ്ട്. അങ്ങനെ 2 മെഡലുകൾ നേടിയിട്ടുള്ള താരങ്ങളുടെ പട്ടികയിലേക്ക് ഒരാൾ കൂടി എത്തുന്നു, അത് നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര ഏതായാലും മെഡൽ ഉറപ്പിച്ചിരിക്കുന്നു. ആൻഡേഴ്സൺ പീറ്റേഴ്സന്റെ അവസാനത്തെ ശ്രമം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വെള്ളിത്തിളക്കത്തിലേക്കോ അതോ സ്വർണ്ണത്തിളക്കത്തിലേക്കോ പോകുമോ എന്നുള്ള കാര്യം അറിയാം. ആൻഡേഴ്സൺ പീറ്റേഴ്സൺ ഇപ്പോൾ എറിയുന്നു, ഇല്ല, നമുക്ക് ഏതായാലും മെഡൽ ഉറപ്പിച്ചിരിക്കുന്നു, നമുക്ക് വെള്ളി മെഡലെങ്കിലും ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആൻഡേഴ്സൺ പീറ്റേഴ്സന്റെ അവസാനത്തെ ശ്രമം 81.83 എന്ന ദൂരത്തിൽ ഒതുങ്ങിയിരിക്കുന്നു. സ്വർണം അല്ലെങ്കിൽ വെള്ളി, നീരജ് ചോപ്രയ്ക്കുള്ള അവസരമാണ് ഇത്. സ്വർണം അല്ലെങ്കിൽ വെള്ളി, സ്വർണം വെള്ളി, ഈ 2 മെഡലുകളിൽ ഒന്ന് നീരജ് ചോപ്രയ്ക്ക് ഉറപ്പാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് സ്വർണ്ണ മെഡൽ നേട്ടത്തിലേക്ക് എത്താനും കഴിയും. നീരജ് ചോപ്ര ആദ്യത്തെ ശ്രമം ഫൗൾ, രണ്ടാമത്തെ ശ്രമം 89.45 ശ്രമങ്ങൾ ഫൗൾ. അവസാന ശ്രമത്തിലേക്ക് നീരജ് ചോപ്ര എത്തുകയാണ്. ഒരു മെഡൽ കൂടി ഇന്ത്യക്ക് ലഭിക്കുമോ? ഇന്ന് ഇന്ത്യക്ക് അഭിമാന ദിവസമായിരുന്നു. നേരത്തെ ഹോക്കിയിൽ സ്പെയിനിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ വെങ്കല മെഡൽ സ്വന്തമാക്കിയിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ മെഡലിനുള്ള അവസരം, രണ്ടാമത്തെ മെഡൽ ലഭിച്ചിരിക്കുന്നു ഇന്ത്യക്ക് എന്ന കാര്യം സ്ഥിരീകരിക്കാം. അത് സ്വർണ്ണമാണോ വെള്ളിയാണോ എന്നുള്ള ചോദ്യം മാത്രം ബാക്കിയാകുന്നു. അവസാന ശ്രമത്തിലേക്ക് നീരജ് ചോപ്ര എത്തുമ്പോൾ അതൊരു ചരിത്രത്തിലേക്കുള്ള ഒരു പൊൻദൂരത്തിലേക്ക് അത് പോകുമോ എന്നുള്ള, ആ ജാവലിൻ പായുമോ എന്നുള്ള കാര്യം മാത്രമാണ് അറിയാനുള്ളത്. 89.45 മീറ്റർ ദൂരവുമായി ഇപ്പോൾ 2ാം സ്ഥാനത്ത് വെള്ളി മെഡൽ പൊസിഷനിലാണ് നീരജ് ചോപ്രയുള്ളത്. അവസാന ശ്രമത്തിലേക്ക് നീരജ് ചോപ്ര ഇതാ പാഞ്ഞെടുക്കുകയാണ്. ആ ശ്രമം അത് എന്താകുമെന്ന് മാത്രമാണ് അറിയാനുള്ളത്. വളരെ നിരാശപ്പെടുത്തുന്ന ഒരു ത്രോം തന്നെയാണ്, അതും ഫൗളായി മാറിയിരിക്കുന്നു. അതെ, വെള്ളി മെഡൽ ഉറപ്പിച്ചിരിക്കുന്നു. വെള്ളി മെഡലാണ് നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കത് ബ്രേക്ക് ചെയ്യാം. ഏതായാലും നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ. തുടർച്ചയായ 2ാമത്തെ ഒളിമ്പിക്സിലും നീരജ് ചോപ്ര മെഡൽ നേടിയിരിക്കുന്നു. വെള്ളി മെഡലാണ് ഇത്തവണ. കഴിഞ്ഞ തവണ സ്വർണ്ണമായിരുന്നുവെങ്കിൽ ഇത്തവണ അത് വെള്ളി മെഡലാണ്. 6 ശ്രമങ്ങളിൽ ഒരേ ഒരു ശ്രമം മാത്രമാണ് കൃത്യമായി ജാവലിൻ പായിക്കാൻ നീരജ് ചോപ്രയ്ക്ക് കഴിഞ്ഞത്. അത് 89.45 മീറ്റർ ദൂരമാണ്. ഈ സീസണിലെ തൻ്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നീരജ് ചോപ്ര ഇതാ വെള്ളി മെഡലിലേക്ക് ജാവലിൻ പായിച്ചിരിക്കുന്നു. തുടർച്ചയായ 2ാം ഒളിമ്പിക്സിലും മെഡൽ നേടിയിരിക്കുകയാണ് നീരജ് ചോപ്ര. ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുന്നു. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായ നീരജ് ചോപ്ര. അതിനൊരു സ്വർണ്ണ തിളക്കമുണ്ടായിരുന്നു കഴിഞ്ഞ ഒളിമ്പിക്സിൽ. അത് ഇത്തവണ വെള്ളി മെഡലിലേക്കാണ്, രജത തിളക്കമാണ് ഉള്ളത്. ഏതായാലും അതിലും നിരാശ നമുക്ക് പറയേണ്ടതില്ല. കാരണം തുടർച്ചയായ 2 ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഒരു മെഡൽ നേടുക എന്നത് തന്നെ വലിയ സ്വപ്നമായിരുന്ന ഒരു കാലത്ത് നിന്ന് ഇപ്പോഴിതാ തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയിരിക്കുന്ന നീരജ് സൂപ്പറാണ് എന്നല്ലാതെ എന്തു പറയാൻ. PT ഉഷയ്ക്കും മിൽഖ സിംഗിനും ഒന്നും കഴിയാത്ത ഒരു കാര്യം ഇപ്പോൾ നീരജ് ചോപ്ര നേടിയിരിക്കുന്നു. വെള്ളി തിളക്കത്തോടുകൂടി ഇപ്പോൾ പാരീസിൽ നിന്ന് മടങ്ങുകയാണ് നീരജ് ചോപ്ര. ഏതായാലും അഭിമാനത്തോടുകൂടെ തന്നെയാണ് നീരജ് ചോപ്ര നിൽക്കുന്നത്. ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന 5ാമത്തെ മെഡൽ. 3 മെഡലുകൾ ഷൂട്ടിങ്ങിൽ നിന്ന്, ഹോക്കിയിൽ ഒരു വെങ്കലം, ഇപ്പോഴിതാ ഒരു വെള്ളി മെഡൽ. ആദ്യ വെള്ളി. നേരത്തെയുള്ള 4 മെഡലുകളും വെങ്കല മെഡലുകളായിരുന്നുവെങ്കിൽ ഇത്തവണ അത് വെള്ളിയിലേക്ക് ഉയർത്താൻ നീരജ് ചോപ്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും നിർണായകമായ ഒരു ഫൈനൽ പോരാട്ടം. യോഗ്യതാ റൗണ്ടിലെ മത്സരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ദൂരം കണ്ടെത്തിയിരുന്നത് നീരജ് ചോപ്രയായിരുന്നു. യോഗ്യതാ റൗണ്ടിൽ 89.34 മീറ്റർ ആയിരുന്നു നീരജിൻ്റെ ദൂരം. ചരിത്രത്തിലെ 2ാമത്തെ തന്നെ, ഒളിമ്പിക്സ് ചരിത്രത്തിൽ യോഗ്യതാ റൗണ്ടിൽ നേടുന്ന മികച്ച ദൂരങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിൽ 2ാം സ്ഥാനത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ദൂരം എന്ന് പറയുന്നത്. 2022 89.94 മീറ്റർ ദൂരം പിന്നിട്ടതാണ് നീരജ് ചോപ്രയുടെ കരിയറിലെ ഏറ്റവും മികച്ച ദൂരം എന്ന് പറയുന്നത്. പിന്നീട് തൊട്ടടുത്ത വർഷം ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. ലോക ചാമ്പ്യൻഷിപ്പിൽ ഒരു സ്വർണം, ഒരു വെള്ളി, ഡയമണ്ട് ലീഗിൽ ഒരു സ്വർണം, ഒരു വെള്ളി, ഏഷ്യൻ ഗെയിംസിൽ 2 സ്വർണ്ണ മെഡലുകൾ, കോമൺവെൽത്ത് ഗെയിംസിൽ ഒരു സ്വർണ്ണ മെഡൽ. ഏതായാലും കടുത്ത വെല്ലുവിളി ഈ ഫൈനൽ പോരാട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ മുൻ ലോക ചാമ്പ്യനായ ആൻഡേഴ്സൺ പീറ്റേഴ്സ് ഉണ്ടായിരുന്നു ഗ്രനഡയുടെ. പിന്നീട് ജർമ്മനിയുടെ ജൂലിയൻ വെബർ ഉണ്ടായിരുന്നു. പാകിസ്ഥാന്റെ അർഷാദ് നദീമാണ് സ്വർണം നേടിയത്. അർഷാദ് നദീമിൻ്റെ വെല്ലുവിളി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ 90 മീറ്റർ ദൂരം ഇതിനു മുൻപൊക്കെ പിന്നിട്ടിട്ടുള്ള യാക്കൂബ് വാദ്ലിച്ച് ഉണ്ടായിരുന്നു. ഒളിമ്പിക്സ് റെക്കോർഡോടുകൂടി അർഷാദ് നദീം സ്വർണം നേടുമ്പോൾ 92.97 എന്നുള്ള അർഷാദ് നദീമിൻ്റെ ആ മികച്ച ദൂരം പിറക്കുമ്പോൾ അവിടെ പിന്നിലാകുന്നത് 2008 നോർവേയുടെ തോർക്കിൽസൺ നേടിയ 90.57 എന്ന ഒളിമ്പിക് റെക്കോർഡാണ് ഇപ്പോൾ അർഷാദ് സ്വന്തം പേരിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നത്. 2014 യൂത്ത് ഒളിമ്പിക്സിലെ വെള്ളി മെഡൽ നേട്ടത്തിലൂടെ വരവറിയിച്ച നീരജ് ചോപ്ര പിന്നീട് തൊട്ടടുത്ത വർഷം 2015 കേരളത്തിൽ ഒരു നാഷണൽ ഗെയിംസ് നടന്നിരുന്നു. അന്ന് 5ാം സ്ഥാനത്തേക്ക് വീണുപോയ നീരജ് ചോപ്രയുടെ ഉയർത്തെഴുന്നേൽപ്പ് പിന്നീട് കാണുന്നു. തുടർച്ചയായി
തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു, പിന്നീട് ദൂരം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഏതായാലും ഇപ്പോഴൊരു വെള്ളി മെഡൽ കൂടി ഇന്ത്യക്ക് സ്വന്തമാവുകയാണ്. ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള 4ാമത്തെ മെഡൽ കൂടി 5ാമത്തെ മെഡൽ കൂടിയായി മാറുന്നു. അർഷാദ് നദീമിൻ്റെ അവസാനത്തെ ത്രോയെക്കുറിച്ച് പറയണം. അത് 91.79 ആണ്. ഈ ഫൈനലിൽ മാത്രം 2 തവണ 90-ന് മുകളിലുള്ള ദൂരം കുറിച്ച അർഷാദ് നദീം. ഒരു ഇന്ത്യ പാക് ത്രില്ലർ പോരാട്ടം ഏതായാലും ഒളിമ്പിക്സ് ജാവലിൻ ത്രോയുടെ ഫൈനൽ വേദിയിലും ഇന്ന് കാണാൻ കഴിഞ്ഞിരിക്കുന്നു. അർഷാദ് നദീം 92.97 മീറ്റർ ദൂരം പിന്നിട്ടുകൊണ്ട് സ്വർണം നേടുന്നു. അർഷാദിൻ്റെ ആദ്യത്തെ ശ്രമം ഫൗളായിരുന്നു. രണ്ടാമത്തെ ശ്രമത്തിൽ 92.97 മീറ്റർ ആയിരുന്നു. പിന്നീട് അവസാന ശ്രമത്തിൽ 90-ന് മുകളിൽ ഒരിക്കൽ കൂടി അർഷാദ് നദീം ദൂരം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും മികച്ച ഒരു പ്രകടനത്തോടു കൂടി നീരജ് ചോപ്ര ഇതാ മെഡൽ സ്വന്തമാക്കുന്നു. ഇന്ത്യക്ക് ഈ ഒളിമ്പിക്സിൽ ലഭിക്കുന്ന 5ാമത്തെ മെഡൽ കൂടിയായി മാറുകയാണ്. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ 7 മെഡലുകളായിരുന്നു ഇന്ത്യക്ക് ലഭിച്ചിരുന്നത്. ഇത്തവണ അത് 2 അക്കത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനി ഏതായാലും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കപ്പിനും ചുണ്ടിനും എന്നതുപോലെ തന്നെ നിരവധി മെഡലുകൾ ഇന്ത്യക്ക് നഷ്ടമായി. അതിലെടുത്തു പറയേണ്ടത് വിനേഷ് ഫോഗട്ടിൻ്റെ ഒരു മെഡൽ തന്നെയായിരുന്നു. മെഡൽ ഉറപ്പിച്ചിടത്ത് നിന്ന് അയോഗ്യത കൽപ്പിക്കപ്പെടുന്നതോടുകൂടി വിനേഷ് ഫോഗട്ടിന് ഒരു മെഡൽ നഷ്ടമായി. പക്ഷേ നീരജ് ചോപ്ര ഒരിക്കൽ കൂടി രാജ്യത്തിൻ്റെ അഭിമാനമായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഇത്തവണ. പക്ഷേ ആ 5 ശ്രമങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൂടി മികച്ച രീതിയിൽ എറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ 90-ന് മുകളിലേക്കുള്ള ദൂരം അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയുമായിരുന്നു. അത് 90-ന് മുകളിൽ ദൂരം കണ്ടെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്നുള്ള നേട്ടം നീരജിന് ലഭിക്കുമായിരുന്നു. അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സമയത്ത് നമുക്ക് അഭിമാനിക്കാമെന്ന് മാത്രമാണ് ഉള്ളത്. കാരണം തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ നീരജ് ചോപ്രയും. 2008-ലും 2012-ലും ഗുസ്തിയിൽ മെഡൽ നേടിയ സുശീൽ കുമാർ ഉണ്ടായിരുന്നു. പിന്നീട് 2 ഒളിമ്പിക്സുകളിൽ, കഴിഞ്ഞ ഒളിമ്പിക്സിലും അതിന് മുന്നത്തെ ഒളിമ്പിക്സുകളിലും ബാഡ്മിൻ്റണിൽ മെഡൽ നേടിയിട്ടുള്ള PV സിന്ധു, ഈ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയിട്ടുള്ള മനു ബക്കേർ. ഇതിനുശേഷം ഹോക്കി നമുക്ക് മാറ്റി നിർത്താം. ഇത് കഴിഞ്ഞാൽ പിന്നീട് നീരജ് ചോപ്രയാണ്. അത് അത്ലറ്റിക്സിൽ നിന്ന് വരുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഏറെക്കാലമായി 1896-ൽ തുടങ്ങിയ ആധുനിക ഒളിമ്പിക്സിൻ്റെ ചരിത്രം, അതിൽ 1900-ൽ അത്ലറ്റിക്സിലെ ആദ്യ മെഡൽ എന്ന് പറയുമ്പോൾ, ഇന്ത്യക്കാരൻ്റെ ആദ്യ മെഡൽ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഒരുപക്ഷെ നോർമൻ പ്രിച്ചാർഡിന് നൽകിയേക്കാം. അന്ന് 1900-ൽ നടന്ന ആ ഒരു ഒളിമ്പിക്സിൽ നേടിയ 2 മെഡലുകൾ ഉണ്ടായിരുന്നു, 2 വെള്ളി മെഡലുകൾ ഉണ്ടായിരുന്നു. അതാണ് ആദ്യത്തെ മെഡൽ എന്ന് പറയാം. പക്ഷേ അദ്ദേഹം പൂർണ്ണമായും ഒരു ഇന്ത്യക്കാരനല്ല എന്നതുകൊണ്ട് തന്നെ നീരജ് ചോപ്രയാണ് അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. അതിനുവേണ്ടിയായിരുന്നു കഴിഞ്ഞ ഒളിമ്പിക്സിലെ കാത്തിരിപ്പ്, നീണ്ട കാലത്തെ കാത്തിരിപ്പ്. അതൊരു സ്വർണ്ണ തിളക്കത്തിൽ തന്നെ അവസാനിക്കാനായിരുന്നു ആ ഒരു കാത്തിരിപ്പ്. കഴിഞ്ഞ തവണ ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയ സ്വർണ്ണ നേട്ടം ഇത്തവണ ആവർത്തിക്കാൻ നീരജ് ചോപ്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ 87.58 മീറ്റർ ദൂരം പിന്നിട്ടായിരുന്നു. ഇത്തവണ അതിനേക്കാൾ മികച്ച ദൂരം കണ്ടെത്തിയെങ്കിൽ പോലും അതിനേക്കാൾ മികച്ച ഒരു പ്രകടനം അർഷാദ് നദീമിൻ്റെ ഭാഗത്ത് നിന്ന്, പാകിസ്ഥാൻ്റെ അർഷാദ് നദീമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതുകൊണ്ട് തന്നെ വെള്ളി മെഡൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എന്തായാലും രാജ്യത്തിന് മുഴുവൻ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം. ഹരിയാനക്കാരനായ വെറും 26 വയസ്സുള്ള നീരജ് ചോപ്ര ഒരിക്കൽ കൂടി രാജ്യത്തിൻ്റെ അഭിമാനമായി മാറുകയും ചെയ്യും. ഇന്ന് ഇന്ത്യക്ക് സന്തോഷത്തിൻ്റെ ദിനം തന്നെയാണ്. പാരീസിൽ നിന്ന് വരുന്നത് പ്രത്യേകിച്ച് PR ശ്രീജേഷിൻ്റെ വിടവാങ്ങൽ മത്സരത്തിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് ഒരു മെഡൽ ലഭിക്കുന്നു, വെങ്കല മെഡൽ ലഭിക്കുന്നു. തുടർച്ചയായ 2ാം ഒളിമ്പിക്സിലും ഇന്ത്യക്ക് മെഡൽ ലഭിക്കുന്ന കാഴ്ചയുണ്ടായി. അതിനുശേഷം ഏറെ പ്രതീക്ഷയോടെ കാത്തുനിന്നത് ഈ ഒരു മത്സരത്തിന് വേണ്ടിയായിരുന്നു. ജാവലിൻ ത്രോയുടെ ഫൈനൽ പോരാട്ടത്തിന് വേണ്ടിയായിരുന്നു. നമ്മുടെ ജന ഏതായാലും യോഗ്യതാ റൗണ്ടിൽ മത്സരിച്ച് ഫൈനലിലേക്ക് യോഗ്യത ലഭിച്ചിരുന്നില്ല. കിഷോർ ജന മത്സരിച്ചുവെങ്കിലും യോഗ്യത നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഫൈനലിൽ ഇന്ത്യയുടെ ഏക പ്രതീക്ഷ നീരജ് ചോപ്രയായിരുന്നു. നീരജ് ചോപ്ര ആ പ്രതീക്ഷ കാക്കുകയും ചെയ്തിരിക്കുന്നു. പാകിസ്ഥാൻ്റെ അർഷാദ് നദീമിന് മുന്നിൽ അല്പം പിന്നാക്കം പോയി എങ്കിൽ പോലും മികച്ച പ്രകടനത്തോടുകൂടി തൻ്റെ 2ാം ശ്രമത്തിലെ 89.45 മീറ്റർ എന്ന ഈ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനത്തോട് കൂടി തന്നെ നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിക്കൊണ്ട് 2 ഒളിമ്പിക് മെഡലുകൾ, കഴിഞ്ഞ തവണ സ്വർണം, ഇത്തവണ വെള്ളി മെഡൽ, 2 മെഡലുകൾ നേടിക്കൊണ്ട് അഭിമാനത്തോടുകൂടി പാരീസിൽ നിന്ന് വണ്ടി കയറാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ മെഡൽ സെറിമണി ഉണ്ടാകും. ഒരിക്കൽ കൂടി ഈ ഒളിമ്പിക് വേദിയിൽ ഇന്ത്യൻ പതാക ഉയരെ പാറുകയും ചെയ്യും. പക്ഷേ ഒരു സ്വർണ്ണ മെഡൽ ഇത്തവണ ഇതുവരെയായിട്ട് ലഭിച്ചിട്ടില്ല എന്ന ഒരു നിരാശ അപ്പോഴും ബാക്കിയാവുകയാണ്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഇന്ത്യക്കൊരു സ്വർണം ഉണ്ടായിരുന്നു. 2008-ൽ ഒരു സ്വർണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2012-ൽ പക്ഷേ സ്വർണം ഉണ്ടായിരുന്നില്ല. 16-ലും സ്വർണം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ ഒരു സ്വർണം. അതായത് 2 പേർ മാത്രമാണ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് സ്വർണം നേടിയിട്ടുള്ളത്. അതിൽ ആദ്യം 2008-ൽ അത് അഭിനവ്
ബിന്ദ്രയാണ് 2008 ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ഷൂട്ടിംഗ് 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ അഭിനവ് ബിന്ദ്ര സ്വർണം നേടുന്നു. അതിനുശേഷം ഒരു സ്വർണ്ണ മെഡൽ നേടിയത് വ്യക്തിഗത ഇനത്തിൽ അത് നീരജ് ചോപ്രയാണ്. കഴിഞ്ഞ തവണ ടോക്കിയോ ഒളിമ്പിക്സിൽ അത് അത്ലറ്റിക്സിൽ നിന്ന് ജാവലിൻ ത്രോയിൽ നിന്ന് നേടിയിട്ടുള്ള ആ ഒരു മെഡലായിരുന്നു. ഇത്തവണ സ്വർണം ഇതുവരെയായിട്ട് ലഭിച്ചിട്ടില്ല. ഇനി ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം സാധ്യത കുറവ് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്തരത്തിൽ ഇന്ത്യക്ക് പ്രതീക്ഷയുള്ള മത്സര ഇനങ്ങൾ ഇനി ബാക്കിയില്ല എന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ 2 ദിവസങ്ങൾ മാത്രമാണ് മത്സരങ്ങൾക്ക് ബാക്കിയുള്ളത്. 11-ാം തീയതി ഈ മത്സരങ്ങളെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ 2 അക്കത്തിലേക്ക് എത്തിക്കുക മെഡൽ നേട്ടം എന്നുള്ള ആ ഒരു പ്രതീക്ഷയുമായി എത്തിയ ഇന്ത്യക്ക് പക്ഷേ അത് സാധ്യമാകാൻ സാധ്യതയില്ല, അത് നടക്കാൻ സാധ്യതയില്ല. എന്തായാലും 5 മെഡലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ ഒളിമ്പിക്സിലെ ആ ഒരു മെഡലിലേക്ക് എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം അമൻ നാളെ വെങ്കല മെഡലിന് വേണ്ടി ഗുസ്തിയിൽ 57 കിലോ വിഭാഗത്തിൽ മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിലേ ടീമുകൾക്കൊക്കെ ഇനിയും മത്സരം ബാക്കിയുണ്ട്. അതുകൊണ്ട് ഒരു 7 മെഡലിലേക്കെങ്കിലും എത്തിക്കാൻ കഴിയുമോ, കഴിഞ്ഞ തവണത്തെ നേട്ടത്തിലേക്കെങ്കിലും എത്തുമോ എന്നതായിരിക്കും ഇനി ഉറ്റുനോക്കുന്നത്. ഏതായാലും സ്വർണ്ണ മെഡൽ ഇതുവരെയില്ല. നീരജ് ചോപ്രയുടെ ഇന്നത്തെ പ്രകടനത്തിലേക്ക് ഒരിക്കൽ കൂടി വരാം. ആദ്യത്തെ ശ്രമം ഫൗളാകുന്നു. രണ്ടാമത്തെ ശ്രമത്തിൽ 89.45 മീറ്റർ എന്ന ഈ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. തുടർന്നുള്ള 4 ശ്രമങ്ങൾ 3, 4, 5 അവസാന ശ്രമവും ഫൗളാൽ കലാശിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് അർഷാദ് നദീമിൻ്റെ ആദ്യത്തെ ശ്രമം അത് ഫൗളായിരുന്നു. രണ്ടാമത്തെ ശ്രമത്തിലാണ് ഏറ്റവും മികച്ച ദൂരം, അത് ഒരു ഒളിമ്പിക്സ് റെക്കോർഡായിരുന്നു. 92.97 മീറ്റർ 93 മീറ്ററിന് തൊട്ടടുത്ത് എത്തി നിൽക്കുകയും ചെയ്തു. ഒളിമ്പിക് റെക്കോർഡോടുകൂടിയായിരുന്നു ആ ഒരു നേട്ടം അർഷാദ് നദീം സ്വന്തമാക്കിയത്. ഏതായാലും നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പക്ഷേ രാജ്യത്തിന് ഈ നിമിഷവും അഭിമാനിക്കാം. കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടി, അത് സ്വർണ്ണ മെഡലായിരുന്നു. ഇത്തവണ ഒരു വെള്ളിത്തിളക്കം കൂടി ലഭിച്ചിരിക്കുന്നു നീരജ് ചോപ്രയ്ക്ക്. വലിയ സന്തോഷത്തോടു കൂടി ഇന്ന് ഈ രാജ്യത്തിന് മുഴുവൻ കിടന്നുറങ്ങാം.